അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിൽ വഴിയിലൂടെ എത്തിയ കാർ അടിച്ചു തകർത്തു. പത്തനംതിട്ട ജില്ലയിലെ വായ്പൂരാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. എനിക്ക് സമീപത്തായി കാണുന്ന കാറ് വായ്പൂർ സ്വദേശിയായ സാലിഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്ത് കൂടി യാത്ര ചെയ്യുമ്പോഴാണ് അതിഥി തൊഴിലാളികൾ തമ്മിൽ തർക്കമുണ്ടാകുന്നത്. യാതൊരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനവും കൂടാതെ ആ സംഘം ഈ സാലിഖ് ഖാന്റെ വാഹനം അടിച്ചു തകർക്കുകയായിരുന്നു. പിന്നീട് പെരുമ്പട്ടി പോലീസ് സ്ഥലത്തെത്തി അക്രമികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹന ഉടമ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്നലെ വൈകിട്ട് ഒരു 8 മണിയോടുകൂടി ഞാനിവിടുന്ന് പള്ളിക്ക് പോകാനും ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പോകുന്ന വഴിക്ക് അവിടെ കുറേ ആൾക്കൂട്ടം കണ്ടു. കുറേ ബംഗാളികളും അതിഥി തൊഴിലാളികളും അവരെല്ലാം കൂടെ കൂട്ടം കൂടി അടിയും പിടിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നു. ഞങ്ങളപ്പോൾ സൈഡിൽ വണ്ടി ഒതുക്കി ശാലംകുടം മുന്നോട്ട് പോകും. അവിടെ ആൾക്കാരുണ്ടായിരുന്ന കാരണം നമുക്ക് അധികം വണ്ടി മുന്നോട്ട് പോകാം. ഞങ്ങളവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. ഇവൻ അന്നപ്പോൾ അതിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി അവന്മാരെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ കാറിൻ്റെ വന്ന് പഞ്ച് ചെയ്യുകയായിരുന്നു, പുറകിലത്തെ കാറിൻ്റെ. അങ്ങനെ കാറ് ഇടിച്ച് പൊട്ടിച്ചിട്ടു. അത് കഴിഞ്ഞ് ആൾക്കാരെല്ലാം കൂടെ അവിടെ വെളിയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം കൂടെ അവിടെ വന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ വന്നു. പോലീസുകാരുമായിട്ട് ഇവൻ അതേമാതിരി തെറിയും ചീത്തയും ഹിന്ദിയിലും മലയാളത്തിലും കൂടെ അവന് തെറിയും ചീത്തയും ഇങ്ങനെ സംസാരിച്ച്, പിന്നെ നാട്ടുകാരും പോലീസിൻ്റെ സഹായത്തോടെ ഇവനെ താഴെ ഇട്ട് ഇവനെ ചുരുട്ടിക്കൂട്ടി കയറിട്ട് കെട്ടി, പിന്നെ ലാസ്റ്റ് പോലീസുകാർ ഇവനെ കൊണ്ട് ആശുപത്രിക്ക് പോയി. ഇതാണ് ഇന്നലെ വൈകിട്ട് നടന്നത്. ഞങ്ങളോടൊരിക്കുന്നത് നമുക്ക് ഒരു പ്രകോപനമുള്ള, ഞങ്ങൾ വഴിയാത്രക്കാരാണ്, ഞങ്ങൾ പള്ളിക്ക് പോകുന്ന ആളാണ്. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പോകുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഞങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇവിടെ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കണം, ഇവരെ ഇവിടുന്ന് മാറ്റണം. അതാ ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം, അല്ലെ വഴിയെ പോകണം. അവിടെ അടുത്ത വീടുകളിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്, അവരെല്ലാം കംപ്ലൈൻറ്റ്. ഇതിനു മുമ്പ് അവിടെ പല പ്രാവശ്യങ്ങളും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിൽ അവിടെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ അവർ വെറുതെ അതിൻ്റെ ആക്ഷനൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയും മേലാൽ ഇങ്ങനെ സംഭവം ഉണ്ടാകരുത്. അതിന് ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം ജനങ്ങളുടെ ഇതാണ്. ഞങ്ങൾ ഇന്ന് വേറെ പെറ്റീഷൻ നാട്ടുകാരെല്ലാം കൂടി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ഇവരെ ഇവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി എൻ്റെ നഷ്ടപരിഹാരം അത് പോലീസുകാരെന്ന് ആരും ഇടപെട്ട് എനിക്കത് പൈസ വാങ്ങിച്ച് തരുകയും വേണം. നിങ്ങൾ ഈ സംഭവമായി യാതൊരു ബന്ധമില്ല, നിങ്ങൾ വഴിയാത്രക്കാരാണ്. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ വാഹനത്തിന് നേരെ അക്രമം ഉണ്ടാവുക? ഞങ്ങൾ രണ്ടും കൂടാണ് പള്ളിയിലേക്ക് പോയത്. ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് 400 മീറ്റർ അപ്പുറത്ത് ചെന്നോളാം. അപ്പം റോഡിൽ ഇതുപോലെ വലിയ ആൾക്കൂട്ടം കൂടി ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. അപ്പം ഞങ്ങൾ റോഡിൽ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ഉടൻ തന്നെ ഒരു ആചാനുഭാഗം എന്ന് പറഞ്ഞാൽ, കാരണം എനിക്ക് പോലും പിടിച്ചു മാറ്റാൻ പറ്റാതെ, എന്നെപ്പോലെ 4 പേര് കൂടിയാൽ അവനെ പിടിക്കാനൊക്കത്തില്ല. അങ്ങനെ ഒരു തുണി പോലും ഇല്ലാതെ ഒരാൾ വന്ന് വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് അടിക്കുകയും ആ ചോരയെല്ലാം അവൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അതിനുശേഷം പുറകിൽ കൂടെ വന്നിട്ട് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. അതപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ്റെ കയ്യിൽ നമ്മളെ ചുരുട്ടുവാളുണ്ടായിരുന്നു. ആ വാളെടുത്ത് വീശിയപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു. പോലീസ് ഉടനെ 10 മിനിറ്റ് തന്നെ സ്ഥലത്തെത്തി. അതിന് നാട്ടുകാരും എല്ലാം വന്നു. പക്ഷേ നാട്ടുകാർ വന്ന് പിടിച്ചിട്ട് പോലും ഇവനെ ഒന്ന് കെട്ടാനോ ഇവനെ ഒന്ന് ഒതുക്കാനോ കഴിയാൻ പറ്റാത്തൊരവസ്ഥ. ഇവൻ പറയുന്നത് ഞാൻ ഇനിയും വന്നാൽ നാട്ടുകാരെ ആക്രമിക്കുന്ന തരത്തിലേക്കാണ് പറയുന്നത്. ഇവർ തമ്മിലുള്ള എന്തോ ഈ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ, കാരണം അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു, കാരണം സർക്കാർ രീതിയിലേക്ക് പറഞ്ഞിരിക്കുക. കാരണം ഇവർ ആ രീതിയിൽ തമ്മിൽ കൂട്ടയടി ഉണ്ടാവുകയും ആക്രമണം അഴിച്ചുകൂടി. ഇവരുടെ കയ്യിലെല്ലാം മാരകായുധങ്ങളുണ്ട്. ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം സെർച്ച് ചെയ്താൽ മാരകായുധങ്ങൾ കാണും, ചിലപ്പോൾ മയക്കുമരുന്ന് കാണുകയില്ല. നമ്മുടെ ഈ വാഹനത്തെ തന്നെ ചോര ഫ്രണ്ടിൽ നമുക്ക് കാണാം അവൻ്റെ ശരീരത്തിൽ. എന്നിട്ടാണ് അവനെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോലീസ് കൊണ്ട്, കാരണം അവർക്ക് പോലും പിടിച്ചു കയറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അതുകൊണ്ട് ഇവരെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാ ആവശ്യം. ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെ വായ്പൂരാണ് ഇന്നലെ രാത്രി 8 മണിയോട് കൂടി സംഭവം ഉണ്ടാകുന്നത്. അതിഥി തൊഴിലാളികൾ തമ്മിൽ വഴിയിൽ വാക്കുതർക്കമുണ്ടാകുന്നു. അതിനിടയിൽ ആ വഴി എത്തിയ വഴിയാത്രക്കാരുടെ വാഹനത്തിന് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ വാഹനം ആക്രമിക്കുകയായിരുന്നു. വാഹനത്തിൻ്റെ പിൻ ഗ്ലാസ് പൂർണ്ണമായി അടിച്ച് തകർത്ത അവസ്ഥയിലാണ്. വായ്പൂർ സ്വദേശിയായിട്ടുള്ള സാലിഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. എന്തായാലും ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി ഈ അക്രമികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ വലിയൊരു പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.